അതുകൊണ്ടെന്ന് എനിക്കൊരു വിഷമം. നമുക്കിവിടുത്തെ പോലീസിൽ പരാതിപ്പെട്ടാലോ? അവന്റെ കൂടെ കള്ളക്കടത്തിന് നമ്മളും കൂട്ടി നിന്നോ? നമ്മളിനി എങ്ങോട്ടാ പോകുന്നത്? Excuse me, do you know one Miss N.K. Nambia? N.K. Nambia? I don't. See, he's settled down here for the last 35 years. Nambia? Fisheries Nambia? Come on. Nambia-san, 電話ですよ。はい。ちょっと待ってください。はい。私がナンビャルです。誰？ナンビアさんですか？നമ്പ്യാർ സാറല്ലേ? അന്ന് പ്ലെയിനിൽ വെച്ച് കണ്ടില്ലേ പാല ട്രൂപ്പ്? ആ മാധവനാ. മാധവൻ? ഓ, നിങ്ങൾ ജപ്പാനിലെത്തിയോ? ആ, ഏത് ഹോട്ടലാണ് താമസിക്കുന്നത്? ഞങ്ങളിപ്പോ എവിടെയാ? വിച്ച് പ്ലേസ്? അക്കാസാക്ക. അക്കാസാക്കയിലാണ്. ആ, സാറിനെ ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ടൊന്ന് കാണണം. ഞങ്ങളിവിടെ ഞാൻ അങ്ങോട്ട് വരാം. വരൂ. നോറിക്കോ, വരൂ. നോറിക്കോ, ഒക്കെയൊക്കെ സമ്മതായോ? എന്റെ ഭാര്യയാണ് നോറിക്കോ. നിങ്ങൾ എല്ലാവരും ചായ കഴിക്കില്ലേ? വെച്ചാവോ ദാശിച്ചിട്ട്? നിങ്ങൾക്ക് കുളിക്കോ മറ്റോ വേണമെങ്കിൽ ആ മുറിയിലേക്ക് ചെല്ലൂ. ബാത്റൂം അവിടെയുണ്ട്. കുളിച്ചു മാറാൻ ഞങ്ങളുടെ സൂട്ട് കേസുള്ള ഹോട്ടലിലാണ്. ഓ, അത് നമുക്ക് എടുപ്പിക്കാം. വരൂ. Дочера Самарска? ഉക്കാസ, ഞാനിക്കോടെ ഉക്കാസ. മോളെ, അത് പിന്നെ ഒതുക്കി വെക്കാം. ആദ്യം നീ ഇവരെ കാണ്. അച്ഛന്റെ നാട്ടുകാരാണ്, നമ്മുടെ അതിഥികൾ. ഹായ്. അല്ല, നമസ്കാരം. എന്റെ മകളാണ് സുമീറ.
ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രീസിലാണ് ഇവർ ജോലി ചെയ്യുന്നത്. ഇന്ത്യയിലെ മാരുതി കമ്പനിയുമായി കൊളാബറേറ്റ് ചെയ്ത് കാർ ഉണ്ടാക്കുന്നത് ഈ സ്ഥാപനമാണ്. ഇവർ മലയാളംകാരാണോ? ഹൈ, അപ്പോ എനിക്ക് ഇവരോട് മലയാളം പറയാമല്ലോ. അതിനല്ലേ ഞാൻ ഇവരെ കൂട്ടിക്കൊണ്ടുവന്നത്. വരൂ, അകത്ത് പോവാം. ആ, എന്താ പേര് പറഞ്ഞത്? സുമീറെ. നിങ്ങളുടെ? ഞാൻ ഗീത. ഇവൾ രേഖ. സാർ അയ്യനയിലുണ്ടായിരുന്നു. എന്താ അങ്ങനെ ചോദില്ല? ഇവിടെ സുഭാഷ് ചന്ദ്രബോസിന്റെ ചിത്രം മാത്രം കണ്ടുകൊണ്ടാണ്. യു ആർ റൈറ്റ്. ബ്രിട്ടീഷുകാർക്കെതിരെ ജപ്പാൻ സൈന്യത്തോടൊപ്പം ചേർന്ന് പടവെട്ടിയ ഇന്ത്യൻ ദേശീയ സേനയിലെ ഒരു സാധാരണ ഭടനായിരുന്നു ഞാൻ. ബർമയിൽ അറാക്കാൻ മലകളിൽ വെച്ച് ശത്രുക്കൾ ഹിയാമ്പാറ്റകളെ പോലെ അയ്യന്നക്കാരെ കൊന്നൊടുക്കിയ കൂട്ടത്തിൽ എന്റെ ജീവൻ രക്ഷിച്ചത് ഒരു ജാപ്പനീസ് പടയാളിയായിരുന്നു. യുദ്ധത്തിൽ മുറിവേറ്റ പട്ടാളക്കാരോടൊപ്പം അയാൾ എന്നെ ഈ നാട്ടിലെത്തിച്ചു. വീണ്ടും യുദ്ധമുന്നണിയിലേക്ക് തിരിച്ചുപോയ അദ്ദേഹം പിന്നെ തിരിച്ചു വന്നില്ല. ആ നല്ല മനുഷ്യന്റെ സഹോദരിയാണ് എന്റെ ഭാര്യ ടൊറിക്കോ. ഹേ, ആ വരണം, കൂട്ടുകാരെ വിളിക്കൂ, നമുക്ക് ആഹാരം കഴിക്കാം. എന്തായി സാർ? കൺസെഷൻ ടിക്കറ്റിൽ ഒരു സംഘമായി പുറപ്പെട്ടവരാണ് നിങ്ങൾ. ആ നിലയ്ക്ക് ട്രൂപ്പ് ലീഡറെ കുറിച്ച് എന്തെങ്കിലും ഒരു വിവരം അറിയുന്നതുവരെ നിങ്ങൾക്ക് പുതിയ പാസ്പോർട്ട് കിട്ടാൻ താമസം വരും. അതുവരെ നിങ്ങൾക്ക് ഈ രാജ്യം വിടാനും പറ്റില്ല. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യും സാർ? ആരോഗ്യമുള്ള ചെറുപ്പക്കാരല്ലേ, ഇങ്ങനെ തളർന്നാലോ? ഫൈറ്റ് ഇറ്റ് ഔട്ട്. ഇന്നലെ സാറിന്റെ ദയോടെ ഞങ്ങൾ ആഹാരം കഴിച്ചത്. എന്നും എന്റെ അതിഥികളായി താമസിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ടെമ്പററി പെർമിറ്റിൽ ഒരു ജോലി സമ്പാദിക്കാൻ ഞാൻ നിങ്ങളെ സഹായിക്കാം. അതുകൊണ്ട് അന്യ സഹായം കൂടാതെ നിങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ കഴിയും. ജോലി ചെയ്യാൻ നിങ്ങൾ തയ്യാറാണോ? ഞങ്ങൾ എന്ത് പണിയും ചെയ്യാം സാർ. നാട്ടിൽ നല്ല ജോലിയും ചെയ്ത് ശീലിച്ചവരാണോ നിങ്ങൾ? ജോലി കിട്ടാതെ എങ്ങനെയാണ് ശീലിക്കുന്നത്? രവി, എന്താണ് നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത? ഗ്രാജുവേറ്റ് ആണ്. ചരിത്രമായിരുന്നു വിഷയം. മുഗൾ രാജാക്കന്മാരുടെയും രജപുത്രരുടെയും വീരചരിത്രം അല്ലേ? പിന്നെ ചില നദികളുടെ പേരും പർവ്വതങ്ങളുടെ ഉയരവും അല്പം ഇംഗ്ലീഷ് ഭാഷയും. മക്കാളെ പ്രഭു ഇന്ത്യക്കാരെ ബ്രിട്ടീഷുകാരുടെ അടിമകളാക്കാൻ വേണ്ടി നാട്ടിൽ നടപ്പാക്കിയതാണ് ഈ വിദ്യാഭ്യാസ സമ്പ്രദായമെന്ന് മുമ്പ് പലരും പുച്ഛിച്ചതാണ്. വർഷങ്ങൾ കഴിഞ്ഞിട്ടും അതിന്റെ അടിസ്ഥാന ശിലകളിൽ ഒന്നെങ്കിലും മാറ്റാൻ ആർക്കും കഴിഞ്ഞില്ല. നിങ്ങൾക്കൊരു ജോലി ഞാൻ കണ്ടെത്താം. പക്ഷെ അതൊരിക്കലും ഒരു ഓഫീസിലോ സർക്കാർ ശമ്പളത്തിലോ ആവില്ല. കടലിലോ കരയിലോ വയലിലോ ഫാക്ടറിയിലോ ഒക്കെ ആയിരിക്കും. നിങ്ങൾ അതിനൊരുക്കമാണോ? ഞങ്ങൾ ഒരുക്കമാണ്. ആദ്യമായി കടലിൽ പോയതല്ലേ? വല്ല അസുഖം തോന്നുന്നുണ്ടോ? ഇല്ല. നാട്ടിലെ കാലാവസ്ഥയല്ല, ഇവിടുത്തെ തണുപ്പ് അസഹ്യമാണ്. ഇന്നത്തെ പോലെ ദിവസവും 4 മണിക്ക് ബോട്ടുകൾ പുറപ്പെടും. ആ സമയത്ത് നിങ്ങൾക്ക് റെഡിയായി ഇവിടെ എത്താൻ പറ്റുമോ? തണുപ്പൊന്നും ഒരു കാര്യമല്ല സാർ. ഈ നാട്ടിലെ ജനങ്ങളുടെ അധ്വാനവും തൊഴിലുള്ള ആത്മാർത്ഥയും കാണുമ്പോൾ ഞാൻ മടിയനായി നാട്ടിൽ കഴിഞ്ഞ കാലമോർത്ത് ഇപ്പോൾ ലജ്ജിക്കുകയാണ്. നിങ്ങൾക്ക് താമസിക്കാനൊരു സ്ഥലം ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. എന്റെ സ്നേഹിതന്റെ വീടാണ്. അയാൾ 1 വർഷത്തെ ഡെപ്യൂട്ടേഷനിൽ അമേരിക്കയിലേക്ക് പോയ കാരണം ആ വീട് ഒഴിഞ്ഞു കിടക്കുക. നാളെ നിങ്ങൾക്ക് അങ്ങോട്ട് മാറാം. വൺ മോർ ഗുഡ് ന്യൂസ് അശോക്, നിങ്ങളെ ഒരു ട്രെയിനിയായി എടുക്കാമെന്ന് ഞങ്ങളുടെ വർക്ക് സൂപ്രണ്ട് സമ്മതിച്ചു. നാളെ സുസൂക്കിയിൽ 6:30 റിപ്പോർട്ട് ചെയ്യണം.
ഇത്രയധികം ടീച്ചേഴ്സ്? ഞങ്ങൾ ടീച്ചേഴ്സ് മാത്രമല്ല, എല്ലാ കുട്ടികളുടെയും രക്ഷിതാക്കളുമുണ്ട്. മാസത്തിലൊരിക്കൽ ടീച്ചേഴ്സും പേരൻസും ചേർന്നാണ് കുട്ടികളെ പിക്നിക്കിന് കൊണ്ടുവരുന്നത്. അപ്പൊ നിങ്ങൾക്ക് രക്ഷിതാക്കളെ കളിപ്പിക്കണമല്ലോ. കളിക്കാനല്ല, ഇതിവിടുത്തെ വിദ്യാഭ്യാസത്തിന്റെ ഒരു ഭാഗമാണ്. ചെറുപ്രായത്തിലെ കുഞ്ഞുങ്ങളെ മരങ്ങളും പൂക്കളും നിറഞ്ഞ പ്രകൃതിയുമായി ബന്ധപ്പെടുത്തി വളർത്തുകയാണ് ഉദ്ദേശം. എനിക്കറിയാമോ, ഈ പാർക്ക് തന്നെ 350 ഏക്കറാണ്. ഇതുപോലെ 11 പബ്ലിക് പാർക്കുകൾ ഈ ടോക്കിയോ നഗരത്തിലുണ്ട്. ഈ കാടും മരങ്ങളും മുഴുവനും വെച്ചുപിടിപ്പിച്ചാണ്. പ്രകൃതി എന്ന മരങ്ങൾ നമ്മൾ വെട്ടി നശിപ്പിക്കുമ്പോൾ ഇവരിവിടെ നട്ടു വളർത്തുന്നു. നമ്പ്യാർ സാർ പറഞ്ഞ ശരിയാണ്. നമ്മൾ ഇവരിൽ നിന്നും പലതും പഠിക്കേണ്ടതുണ്ട്. ഞങ്ങളുടെ സുസുക്കി കമ്പനിയിൽ മനുഷ്യരല്ല, റോബോട്ട്സ് ആണ് വെൽഡിംഗ് മുതൽ നട്ടും പൊട്ടും വരെ ഫിറ്റ് ചെയ്യുന്നത്. മനുഷ്യരുടെ കാര്യം പറഞ്ഞാൽ നമ്മൾ ജപ്പാൻകാരേക്കാൾ ഒട്ടും മോശമല്ല. പക്ഷെ ജപ്പാൻകാരെ പോലെ നമ്മൾ അധ്വാനിക്കാൻ തയ്യാറല്ലല്ലോ. നമ്പ്യാർ സാർ, എങ്ങനെയുണ്ട് ഇവിടെ താമസമൊക്കെ? എല്ലാം കൊണ്ടും വലിയ സൗകര്യമായി സാർ. എവിടെ എന്റെ ഫ്രണ്ട് മാധവൻ? ഞാൻ അവിടെ ഉണ്ട് സാറേ. മാധവന് മാത്രം ഒരു ജോലിയായില്ല അല്ലേ? അപ്പൊ എനിക്ക് ഈ ജോലിയില്ലേ? കുക്കിംഗ് ഡിപ്പാർട്ട്മെന്റ്. ഇവരൊക്കെ പുറത്തു പോയി ജോലി ചെയ്ത് വരുമ്പോ ഞാൻ ആഹാരമൊക്കെ റെഡിയാക്കി ഇങ്ങനെ വെക്ക. ഇതേ എല്ലാവരും ശ്രദ്ധിക്കണം. ഈ വീടിന്റെ ഉടമ യമസാക്കിയും ഭാര്യയും വളരെ വൃത്തിയിലും ചിട്ടയിലുമാണ് ഈ വീട് സൂക്ഷിച്ചിരിക്കുന്നത്. ഇത് കണ്ടോ, ഇങ്ങനെ വൃത്തികേടാക്കരുത്. ഈ വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് ഉപയോഗിക്കാം, ഒന്നും നശിപ്പിക്കരുത്. എല്ലാം വളരെ വൃത്തിയായി സൂക്ഷിക്കണം.
ഈ ടോക്കിയോ നഗർ പാതിയിലധികം നശിപ്പിച്ചു. രാജകൊട്ടാരം മുതൽ കുടിലുകൾ വരെ നിലം പതിച്ചു. 40 ലക്ഷത്തിലധികം ജനങ്ങളെ കൊന്നൊടുക്കി. തെരുവുകളിൽ ശവങ്ങൾ ചിതറിക്കിടന്നു. ഈ അവസ്ഥയിൽ ജനങ്ങൾ നിസ്സഹായരായിരിക്കും. ഹിറോഷിമയും നാഗസാക്കിയും ആറ്റം ബോംബിട്ട് ചാമ്പലാക്കി. മനുഷ്യന്റെ ക്രൂരതയും നശീകരണ ശക്തിയും വെളിപ്പെടുത്തി പിന്നെയും വർഷങ്ങളോളം അണുപ്രസരം കൊണ്ട് ആ പട്ടണങ്ങൾ ജനവാസമില്ലാതെ തരിശായി കിടന്നു. ആ ദുരന്തത്തിന്റെ ഓർമ്മയ്ക്കായി ഹിറോഷിമയിൽ ഇന്ന് അവശേഷിക്കുന്നത് അന്ന് അണുബോംബിൽ തകർന്ന ഈ കെട്ടിടത്തിന്റെ അസ്ഥിപഞ്ജരം മാത്രമാണ്. ഒരിക്കൽ കത്തിച്ചാമ്പലായ ഈ രാജ്യത്തെ ഈ നിലയിലേക്ക് ഉയർത്തിയത് അധ്വാനശീലവും അച്ചടക്കബോധവും ദേശസ്നേഹവുമുള്ള ഒരു ജനതയുടെ കൂട്ടായ യജ്ഞമാണ്. ആ ജനങ്ങളെയാണ് നിങ്ങൾ കാണേണ്ടത്. അവരുടെ ജീവിതമാണ് നിങ്ങൾ പഠിക്കേണ്ടത്. അയ്യോ, വയറ് നിറഞ്ഞ് എന്തൊക്കെയായി കൊണ്ടുവരുന്നത്? ജാപ്പനീസ് ചായയാണ്, കഴിക്കണം. ഞങ്ങളുടെ ആചാരമാണ്. ഹായ്. കൊനകത്ത മുത്കശി വനെ. എന്താണ് ഇവർ പറയുന്നത്? അത് നിങ്ങളുടെ കണ്ണുകൾ മനോഹരമാണെന്ന്. ആ, എന്നെ കുറിച്ച് എന്തെങ്കിലും ആണോ അവർ പറയുന്നത്? അല്ല, അടുത്ത ആഴ്ച നമ്മുടെ ഫാക്ടറിയിൽ സ്ട്രൈക്ക് ഉണ്ടായിരിക്കുന്നു. അപ്പൊ കോളടിച്ചല്ലോ, അടുത്ത ആഴ്ച മുതൽ ഫാക്ടറിയിൽ പോകണ്ട. പോണം. എന്തിന്? മുദ്രാവാക്യം വിളിക്കാൻ? അല്ല, ജോലി ചെയ്യാൻ. സ്ട്രൈക്ക് ദിവസം ഉച്ചയ്ക്ക് ആഹാരം കഴിക്കാതെ ആ 1 മണിക്കൂർ സമയം കൂടി കൂടുതൽ ജോലി ചെയ്താണ് ഇവിടെ തൊഴിലാളികൾ സമരം ചെയ്യുന്നത്. അത് കൊള്ളാം. ഞങ്ങളുടെ നാട്ടിൽ സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ പണിമുടക്കെന്നാണ്. ആരെങ്കിലും ജോലിക്ക് വന്നാൽ തന്നെ അവരതിന് വിടില്ല. ഇൻഡോ ദേവ സ്റ്റോനിനോ ദേവ കനായിനോയോ. ജോലി മുടക്കിയാൽ പ്രൊഡക്ഷൻ കുറയില്ലേ? അത് ഫാക്ടറിക്ക് മാത്രമല്ല രാജ്യത്തിന് മുഴുവൻ നഷ്ടം വരുത്തില്ലേ എന്നാണ് സൂപ്രണ്ട് ചോദിക്കുന്നത്. രാജ്യത്തിന്റെ നഷ്ടം ആര് നോക്കുന്നു? തുടങ്ങിയ ഫാക്ടറി എത്രയും വേഗം അടച്ചു പൂട്ടിക്കാനേ ഞങ്ങളുടെ നാട്ടുകാർ ശ്രമിക്കൂ. നമുക്കിറങ്ങാം. ശരി. സരസരസ് കരസ്മസ്. ഹായ്. 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 本当に綺麗な目してるわね。そうだね。 എന്താ ഒരു എന്നെ നോക്കി അവസാനം പറഞ്ഞത്? അത് പറയൂ. അത് മുന്നേറ്റം നല്ല ചേർച്ചയാണെന്ന്.